ഹലോ ഹായ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു വന്നതിൻ്റെ ബാലൻസ് ആണ്. ഇന്നലെ നമ്മൾ ആ മിറാക്കിളിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ രാത്രിയിൽ ആ കുട്ടി രാത്രി 12:30 മണിക്ക് കമൻറ്റ് ഇട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് അത് ഭൂലോകത്ത് ജീവിച്ചിരിക്കുക തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഈശ്വരൻ്റെ ഒരു കയ്യൊപ്പം എന്നൊക്കെ പറയുന്നത് നമ്മളായിട്ട് ഞാനായിട്ടൊരു നിമിത്തമായിട്ട് അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്ത് തന്നെയായാലും എനിക്ക് നിങ്ങളോട് എല്ലാവരും അത് നിയമ നടപടി സ്വീകരിച്ചു. സർക്കാർ ധനസഹായമായിട്ട് അതിന് 1 ലക്ഷം രൂപ കിട്ടി. SC/ST കാസ്റ്റിലെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾക്കുള്ള സർക്കാർ ധനസഹായമാണ് 1 ലക്ഷം രൂപ. അതിനങ്ങനെ 1 ലക്ഷം രൂപ സർക്കാർ ധനസഹായം കിട്ടി. കേസൊക്കെ വളരെ നല്ല മിടുക്കി കുട്ടിയായിട്ട് ടീച്ചറായിട്ട് വർക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും പതരരുത്. നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവനെ വേണ്ടാന്നുണ്ടെങ്കിൽ അവന് ആണിനും പെണ്ണിനും ഒരു കാര്യം പറയാനുള്ളത്, പൊതുവായിട്ട് പറയാനുള്ള ആണിനും പെണ്ണിനും ഒരുപോലെ തന്നെയാണ്. ആണിനെ നഷ്ടപ്പെടുന്നത് മാത്രമേ പെണ്ണിനെ നഷ്ടപ്പെടാനുള്ളൂ. അല്ലാണ്ട് പെണ്ണിന് മാത്രമായിട്ട് പ്രത്യേകമായിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. പെണ്ണിന് പാതിവൃത്യമുണ്ടെങ്കിൽ ആണിനും പാതിവൃത്യമുണ്ട്. അത് മനസ്സിലായിക്കൊണ്ട് ഓരോരുത്തരും മുന്നോട്ട് പോകുക. അല്ലാണ്ട് അയ്യോ എൻ്റെ ജീവിതവും പോയി, എൻ്റെ മനസ്സും പോയി, എൻ്റെ ശരീരവും പോയി, അതുകൊണ്ട് ഇനി ഞാനങ്ങ് ചത്ത് കളയാം അല്ലെങ്കിൽ ഞാനങ്ങ് ആത്മഹത്യ ചെയ്യാമെന്ന് ഒരു പെൺകുട്ടിയും ഒരിക്കലും ഇനി വിചാരിക്കരുത്. നമ്മൾ സ്വന്തം കാലിൽ ജീവിച്ചുകൊണ്ട് നിന്ന് കാണിക്കണം. നമ്മൾ ഏൺ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിന് പറ്റുന്ന എഡ്യൂക്കേഷൻ ചെയ്യാം, നമുക്ക് തൊഴിൽ ചെയ്യാം. നമ്മൾ ഏത് രീതിയിലും നമ്മൾ അവരെക്കാൾ മുന്നിലെത്താനായിട്ട് 1000% നമ്മൾ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. നിയമ നടപടി സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പഴുതുകളുണ്ട്. നല്ല നല്ല ആൾക്കാരെ മാത്രം കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ല മീൻസ് ജെനുവിൻ ആയിട്ടുള്ള ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക, അഡ്വക്കേറ്റ് അനക്ക അല്ലെങ്കിൽ അനക്ക അസോസിയേറ്റ്സ്. എൻ്റെ ഫോൺ നമ്പർ അവിടെ ഉണ്ടാകും. ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്ന